എല്ലാവർക്കും CEO ആകാനും വലിയ വലിയ ആൾക്കാരാവാനും പിന്നെ ഡോക്ടറാകാനും എൻജിനീയറാകാനും ഒക്കെയുള്ള വലിയ ആവേശമുണ്ട്. പലപ്പോഴും ഈ ആവേശം കൊണ്ട് മാത്രം നമ്മൾ പ്രതിഭകളാകില്ല, ആവേശം കൊണ്ട് മാത്രം നമ്മൾ വലിയ ലീഡേഴ്സ് ആവില്ല. ലീഡേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പകാലത്ത് തന്നെ നമ്മളിൽ നല്ല സംസ്കാരം രൂപീകരിക്കുക, നമ്മളെ തുടരെ സംസ്കരിച്ചെടുക്കുകയും നല്ല മൂല്യബോധങ്ങൾ സൃഷ്ടിക്കുകയും കാഴ്ചപ്പാടും ദർശനവും സൃഷ്ടിക്കുകയും ആഴമുള്ള അറിവുകളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള രൂപാന്തരങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ. എങ്ങനെ ഒരു ലീഡറായി ഒരു പ്രതിഭയുള്ള മനുഷ്യനായി രൂപാന്തരപ്പെടാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. പ്രതിഭകളായിട്ട് സത്യത്തിൽ ആരും ജനിക്കുന്നില്ല. നമ്മളുടെ മൂല്യങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മുടെ കാഴ്ചപ്പാടും ദർശനവും ഒക്കെയാണ് നമ്മളെ പ്രതിഭകളാക്കുന്നതും ആക്കാതിരിക്കുന്നതും. അപ്പോൾ ചെറുപ്പകാലത്തൊക്കെ നമ്മളിൽ കിട്ടുന്ന സംസ്കാരമാണെങ്കിലും നമുക്ക് കിട്ടുന്ന അറിവുകളാണെങ്കിലും നമുക്ക് കിട്ടുന്ന കാഴ്ചപ്പാടുകളൊക്കെ വലിയ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ വല്യത്താൻ, പ്രത്യേകിച്ച് ഈ അടുത്തിടെ കടന്നുപോയ ഡോക്ടർ വല്യത്താനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. വല്യത്താനെക്കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം ഈ ബ്രെയിൻ ഡ്രെയിൻ ഭയങ്കരമായി നടക്കുന്ന 70കളുടെ ആദ്യകാലത്ത് അദ്ദേഹം അമേരിക്കയിൽ പോവുകയും അമേരിക്കയിൽ ഹാർട്ട് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നേടുകയും പഠിക്കുകയും ഗവേഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയമാണ്. ഇന്ദിരാഗാന്ധി അമേരിക്ക സന്ദർശിച്ച സമയത്ത് പ്രതിഭാശാലികളായ ഇന്ത്യക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി അവരോട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വന്നുകൂടാ, ഞങ്ങൾ കഴിയുന്നത്ര സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാം, അമേരിക്കയെ പോലെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് അവസരങ്ങൾ തരാം എന്ന് ഇന്ദിരാഗാന്ധി വാഗ്ദാനം ചെയ്യുകയും അതനുസരിച്ച് അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട്, പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്ന ഒരാളാണ് മഹാനായ ഡോക്ടർ വല്യത്താൻ. അദ്ദേഹം ആദ്യം വന്നത് മദ്രാസിലാണ്. മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ IITയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗവേഷണം ആരംഭിക്കുകയും മെഡിക്കൽ ടെക്നോളജി രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം പിന്നീട് അച്യുതമേനോൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിൽ വന്നു. പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് അവസരങ്ങളും സാധ്യതകളും വെല്ലുവിളികളൊക്കെ മുമ്പിൽ കാണുമ്പോൾ ചിലർ അതിൻ്റെ വെല്ലുവിളികളെ ആയിരിക്കും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്, ചിലർ അതിൻ്റെ അവസരങ്ങളെ സാധ്യതകളെ ആയിരിക്കും കാണുന്നത്. പക്ഷേ എന്തായാലും കേരളം പോലുള്ളൊരു കൊച്ചു സ്ഥലത്ത് വന്ന് ഇവിടെ നിന്നുകൊണ്ട് ഈ ജനിച്ച നാടിനും രാജ്യത്തിനുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നതെങ്കിലും അവിടെ നിന്ന് അദ്ദേഹം ഒരു എൻജിനീയറായും ഒരു ശാസ്ത്രജ്ഞനായും വലിയ ടെക്നോളജിസ്റ്റായും വലിയ അധ്യാപകനായും ഒക്കെ മാറുന്നതാണ്, വലിയ സാംസ്കാരിക നായകനുമായിട്ടൊക്കെ മാറുന്നതാണ് നമ്മൾ കണ്ടത്. അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വരാതിരുന്ന എത്ര പേർക്ക് അദ്ദേഹത്തിനോളം വലിപ്പമുള്ളൊരു ജീവിതം കിട്ടിക്കാണുമെന്നൊക്കെ നമുക്ക് ഇന്ന് ചിന്തിക്കാവുന്നതാണ്. അദ്ദേഹം ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെ ഏറ്റെടുക്കുകയും അദ്ദേഹം ആ പരിമിതമായ സാഹചര്യങ്ങളെ ഏറ്റെടുക്കുകയും സ്വന്തം നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിൻ്റെ മൂല്യബോധവും സംസ്കാരവും കാഴ്ചപ്പാടും ദർശനവും അറിവുമൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രതിഭകൾ സൃഷ്ടിക്കപ്പെടുന്നത്. പ്രതിഭകൾ ജനിച്ചു വീഴുകയല്ല, എല്ലാവരും ജനിക്കുന്നത് കുഞ്ഞുങ്ങളായിട്ടാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിനകത്ത് കുറേ സാക്രിഫൈസുകളുണ്ട്. നമ്മൾ പണത്തിൻ്റെ പുറകിനും പ്രതാപത്തിൻ്റെ പുറകിനും സുഖങ്ങളുടെ പുറകിനും മാത്രം ഓടുന്നവർക്ക് നാളെ ഒരിക്കലും പ്രതിഭയാകാൻ പറ്റില്ല. ഒരു പ്രതിഭയാകുന്നതിൻ്റെ പുറകിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്, ഒരുപാട് കഠിനമായ തീരുമാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലോകത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പ്രഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഈസ് ദ ഫാദർ ഓഫ് മെഡിക്കൽ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഒരുപക്ഷെ അദ്ദേഹം വളരെ അൺഅസ്യൂമിങ് ആയതുകൊണ്ട്, അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് PR വർക്കുകളൊന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ട് അത്ര ഒരു ടൈറ്റിൽ അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ഈസ് റിയലി ദ ഫാദർ ഓഫ് മോഡേൺ മെഡിക്കൽ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഒരുപക്ഷെ അദ്ദേഹം ആയുർവേദത്തെയും മോഡേൺ മെഡിക്കൽ സയൻസിനെയും സംയോജിച്ചുകൊണ്ട് ധാരാളം അന്വേഷണങ്ങളും റിസർച്ചുകളും നടത്തി അതിലൂടെയൊക്കെ ലോകത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പേര് റൊമാറ്റിക് ഹാർട്ടൊക്കെ ആയിട്ട് ശ്വാസം കിട്ടാതെ നരകിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളത്തിലെ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിന് നേതൃത്വം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അത് കാണുകയും ഇന്ത്യയിലെ പാവപ്പെട്ടവരായ
രോഗികൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ ഇടയിലാണ് ഈ റുമാറ്റിക് അസുഖങ്ങളൊക്കെ കൂടുതലായിട്ട് അദ്ദേഹം കണ്ടത്. അദ്ദേഹം അതിൽ വേദനിക്കുകയും ഒരു വാൽവ് കൃത്രിമമായി സൃഷ്ടിക്കുന്നതിന് വേണ്ട അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ഗവേഷണം നടത്തുകയും അതിനുവേണ്ട ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തുകയാണ്. അപ്പോൾ ഒരു ഡോക്ടറിൽ നിന്ന് അദ്ദേഹം പരിണാമം പ്രാപിച്ച് ഒരു എൻജിനീയർ ആകുന്നു, ഒരു ടെക്നോളജിസ്റ്റ് ആകുന്നു, ശാസ്ത്രജ്ഞനാകുന്നു, ഗവേഷകൻ, അങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഒരു അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായി അദ്ദേഹം രൂപാന്തരപ്പെട്ട് ഒരു മഹാപ്രതിഭയായി അദ്ദേഹം മാറുമ്പോൾ മാവേലിക്കരക്കാരനായ എനിക്ക്, എൻ്റെ അച്ഛൻ്റെ സഹപാഠി കൂടിയാണ് അദ്ദേഹം, സ്കൂളിൽ എൻ്റെ അച്ഛൻ്റെ സഹപാഠി കൂടിയാണ്, എന്നെ സംബന്ധിച്ചത് വലിയൊരു പ്രചോദനമാണ്. എനിക്ക് തോന്നുന്നു കോളേജിലും സ്കൂളിലുമൊക്കെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ കൂടുതൽ പഠിക്കണം. അതവർക്ക് വലിയ മോട്ടിവേഷൻ ഉണ്ടാക്കും, ഒരു സംശയമില്ല. അതൊക്കെ അവർക്ക് കൂടുതൽ ധൈര്യം കൊടുക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മഹാപ്രതിഭകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു. അവർ ഈ രാജ്യത്തെ പരിമിതമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ലോകോത്തരമായ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും കൈവരിച്ചവരാണ്. ആയിരക്കണക്കിന് രോഗികളാണ് അദ്ദേഹത്തിൻ്റെ കൈവിരുതുകൊണ്ട്, കരവിരുതുകൊണ്ട് ഹൃദയം തുടിച്ച് ഈ ലോകത്ത് സന്തോഷിച്ചത്. അത്തരത്തിലുള്ള ഒരു മഹാപ്രതിഭ മാത്രമാണോ അദ്ദേഹം രാജ്യത്ത് നേടിയിട്ടുള്ള, നേതൃത്വം നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വലിയ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ കൈവരിച്ചു. ഒരുപാട് വലിയ അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ അദ്ദേഹം നേടിയെടുത്തു. കൊച്ചു മാവേലിക്കരയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനപുത്രനായി മാറുകയും ഒരുപക്ഷേ ഡോക്ടർ വർഗീസ് കുര്യനെ പോലെ, ഡോക്ടർ സ്വാമിനാഥനെ പോലെ, അല്ലെങ്കിൽ ആ ശ്രേണിയിൽ, അല്ലെ കലാമിനെ പോലെ ആ ശ്രേണിയിൽ തീർച്ചയായിട്ടും അടയാളപ്പെടുത്തേണ്ട ഒരു മഹാ പുരുഷനാണ് ഡോക്ടർ വെല്ലിത്താൻ. ഒരു സംശയമില്ല. അദ്ദേഹത്തിന് കൂടുതൽ സ്മരണാഞ്ജലികൾ ഉണ്ടാവട്ടെ, കൂടുതൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ പഠിക്കാൻ ധാരാളമായ അവസരങ്ങൾ ഉണ്ടാവട്ടെ. എൻ്റെ നാട്ടുകാരനായി മഹാപ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.